ചില ആളുകൾ ഓരോ ദിവസവും ഓരോ വാൾപേപ്പറുകൾ ഓരോ റിംഗിങ് ടൂണുകളൊക്കെ മാറി മാറി സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ചില ആളുകൾ ആൻഡ്രോയിഡിൽ ഐഫോണിന്റെ റിംഗിങ് ടൂൺ ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാകുക. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഫ്രീ ആയിട്ട് നമുക്ക് 3D വാൾപേപ്പറുകൾ അതുപോലെ തന്നെ ഐഫോണിൻ്റെതടക്കം നല്ല അടിപൊളി റിംഗിങ് ടൂണുകളൊക്കെ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ട്രിക്ക് പരിചയപ്പെട്ടാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് FTM ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതേ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ IND ന്യൂസ് ഫോക്കസ് എന്ന് സ്പേസ് ഇടാതെ സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സൈറ്റ് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു തംബ്നെയിൽ നിങ്ങൾ കണ്ടെത്തുക. ഇവിടെ നിങ്ങൾക്ക് എഴുതിയായി കാണാം 3D വാൾപേപ്പർ തകർപ്പൻ റിംഗിങ് ടോൺ എല്ലാം ഫ്രീ ആയി ലഭിക്കും എന്ന ഈ തംബ്നെയിൽ. താഴെ റീഡ് മോർ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ തംബ്നെയിലൊക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദ ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ ലഭിക്കും. ഇനി നിങ്ങൾക്ക് ഈ തംബ്നെയിൽ കാണുന്നില്ല എങ്കിൽ ഈ സൈറ്റിൻ്റെ ഏറ്റവും മുകളിൽ ഇടതുവശത്ത് കാണുന്ന ആ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സെർച്ച് ബാർ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷിൽ ഇതുപോലെ വാൾപേപ്പേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ മാത്രം ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങളിവിടെ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഈ ഒരു തംബ്നെയിൽ കാണാൻ സാധിക്കും. ഇതാ കണ്ടോ ഈ തംബ്നെയിൽ. അതിൻ്റെ താഴെ റീഡ് മോർ എന്ന് ഓറഞ്ച് കളറിൽ കാണുന്ന ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴേക്ക് വന്നിട്ട് നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദ ആപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കുന്നിടത്ത് നോട്ട് നോ കൊടുക്കുക. ഇപ്പോൾ സംഭവം ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ പൈസ ചോദിക്കുന്നത് പ്രീമിയം വേർഷന് വേണ്ടിയിട്ടാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇൻഡോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടോ ഇവിടെ ഇഷ്ടംപോലെ വാൾപേപ്പേഴ്സുകൾ, നല്ല അടിപൊളി 3D വാൾപേപ്പറുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ വീഡിയോ വാൾപേപ്പർ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അടിപൊളി വീഡിയോ വാൾപേപ്പേഴ്സ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. കണ്ടോ അടിപൊളി വീഡിയോ വാൾപേപ്പറാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഒരു വീഡിയോ കാണേണ്ടി വരും. ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വരും. ഓക്കെ, ഇത് കണ്ടോ അടിപൊളി നല്ല നല്ല വീഡിയോ വാൾപേപ്പറുകളാണ് ഇവർ നമുക്ക് നൽകിയിട്ടുള്ളത്. ഏത് വേണമെങ്കിലും നമുക്ക് മൊബൈലിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ വാൾപേപ്പേഴ്സ് എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യുന്നത്. മുകളിൽ തന്നെ കാറ്റഗറി ആയിട്ട് ഒരുപാട് വാൾപേപ്പറുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രീമിയം നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാൾപേപ്പർ ഞാനിപ്പോൾ തിരഞ്ഞെടുത്തിട്ട് ഇതെങ്ങനെയാണ് സേവ് ചെയ്യുന്നത് കാണിച്ചു തരാം. ദാ ഈ ഒരു വാൾപേപ്പർ, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വാൾപേപ്പർ നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഞാനിപ്പോൾ ദാ ഈ ഒരു വാൾപേപ്പർ ഇവിടെ സേവ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതാ ഇവിടെ സേവ് ടു മീഡിയ ഫോൾഡർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗാലറിയിലേക്ക് വരും. ഡയറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഓപ്ഷനുകളുണ്ട്. നമുക്ക് ഇവിടെ സേവ് ടു മീഡിയ ഫോൾഡർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. സെക്കൻഡുകൾക്കുള്ളിൽ ഇതാ ആ വാൾപേപ്പർ ഗാലറിയിൽ വന്നു കഴിഞ്ഞു. ജസ്റ്റ് നിങ്ങൾ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇതാ ഇവിടെ ഇമേജ് എന്ന ഭാഗത്ത് ആ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. കണ്ടോ എന്ത് രസമാണ്. അടിപൊളിയായിട്ടുള്ള വാൾപേപ്പറുകൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ സെറ്റ് ചെയ്താൽ എന്ത് രസം ഉണ്ടാവുമെന്നറിയോ? അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ നല്ലൊരു വാൾപേപ്പർ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യുക. ഇനി റിംഗിങ് ടൂൺ എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് വീണ്ടും ആ ആപ്ലിക്കേഷൻ തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ കാണുന്നുണ്ടല്ലോ റിംഗിങ് ടൂൺസ് എന്ന ഭാഗം, അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇതാ ഇവിടെ കാറ്റഗറി ആയിട്ട് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. താഴേക്ക് വരിക. ഒരുപാട് റിംഗിങ് ടൂണുകൾ ഏതാണ് വേണ്ടത് എന്ന് നിങ്ങൾക്കിവിടെ പ്ലേ ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാം. ഇവിടെ നിങ്ങൾ കണ്ടോ നോട്ടിഫിക്കേഷൻ സൗണ്ട്സ്, അങ്ങനെ നോട്ടിഫിക്കേഷൻ സൗണ്ടും നമുക്ക് കിട്ടും. ഓക്കെ, അതും നിങ്ങൾക്കിവിടെ പ്ലേ ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാം. എന്നിട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ റിംഗിങ് ടൂൺസ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ഏത് റിംഗ് ടൂണും എടുക്കാം, അല്ലെങ്കിൽ സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഐഫോൺ എന്ന് ടൈപ്പ് ചെയ്യാണ്. നമുക്ക് നോക്കാമല്ലോ ഐഫോണിൻ്റെ റിംഗിങ് ടൂൺ കിട്ടുമെന്ന്. ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്തു. ഇവിടെ റിംഗിങ് ടൂൺസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഐഫോണിൻ്റെ എല്ലാ റിംഗിങ് ടൂണുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ,
അപ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ട്യൂണുകൾ ഇവിടെയുണ്ട്. ഞാനിപ്പോൾ ഫസ്റ്റ് വണ്ണാണ് തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതിൻ്റെ ട്യൂൺ എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്യൂണ് നമുക്ക് കേൾക്കാൻ സാധിക്കും. കണ്ടോ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനി ഈ മൊബൈലിലേക്ക് നമുക്ക് സേവ് ചെയ്യാം. ദാ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് റിംഗ് ടൂണായിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ സേവ് ടു മീഡിയ ഫോൾഡർ എന്ന ഭാഗം സെലക്ട് ചെയ്തു. ദാ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാലറിയിൽ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഓഡിയോ എന്ന ഭാഗത്ത് അവിടെ ആ ട്യൂണ് വന്നിട്ടുണ്ട്. കണ്ടോ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള റിംഗിങ് ട്യൂണുകളും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമുള്ള നോട്ടിഫിക്കേഷൻ സൗണ്ടും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ പ്ലേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മൊബൈലിലേക്ക് സേവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.